ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികളായ നമുക്ക് പവർ കട്ട് സുപരിചിതമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തെ എപ്രകാരം പ്രകാശമാക്കാം, ജീവിതമാകുന്ന വിളക്ക് എങ്ങനെ പ്രകാശിപ്പിക്കാം എന്നുള്ളതാണ്. ശാരീരികമായ അന്ധതകളുണ്ട്, ബൗദ്ധികമായ അന്ധതകളുണ്ട്, മാനസികമായ അന്ധതകളുണ്ട്, ആത്മീയമായ അന്ധതകളുണ്ട്. ഏതാനും ചില ജീവിത അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശമുള്ളതാക്കി തീർക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ലൂയിസ് ബ്രായ്ലി 1809 പാരീസിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു. അപ്പന് തുകൽ കച്ചവടമായിരുന്നു. തൻ്റെ അപ്പൻ്റെ വർക്ക്ഷോപ്പിൽ യാദൃശ്യമായി കയറുകയും മൂർച്ചയുള്ള ചില ഉപകരണങ്ങൾ അറിയാതെ കണ്ണിൽ കൊള്ളുകയും അങ്ങനെ ഒരു കണ്ണിന് കാഴ്ചയ്ക്ക് ക്ഷതമുണ്ടായി, പരിക്കേറ്റു. അതിൻ്റെ ഇൻഫെക്ഷൻ അടുത്ത കണ്ണിലേക്ക് പടർന്നു പിടിച്ചു. അങ്ങനെ രണ്ട് കണ്ണിലെ കാഴ്ചകൾ നഷ്ടപ്പെട്ട് ശാരീരികമായി അന്ധത ബാധിച്ച ലൂയിസ് ബ്രായ്ലി ലോകത്തെ പ്രകാശിപ്പിച്ചു. ചുറ്റുമുള്ള അന്ധർക്ക് പ്രകാശം നൽകി നമുക്ക് വെല്ലുവിളിയായി തീർന്നു. ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന ബ്രായ്ലി ആൽഫബറ്റ് 15-ാം വയസ്സിൽ ലൂയിസ് ബ്രായ്ലിയുടെ സംഭാവനയാണ്. തൻ്റെ ശാരീരികമായ അന്ധതയെ മറന്ന് പഠിക്കാനുള്ള ഉത്സാഹവും തൻ്റെ സാമർഥ്യവും ലൂയിസ് ബ്രായ്ലിയെ ലോകം മുഴുവനുമുള്ള അന്ധർക്ക് തങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ സാധിച്ചു. ആശയവിനിമയം നടത്താൻ സാധിച്ചു. അവർക്ക് പഠിക്കുവാനും വായിക്കുവാനും എഴുതുവാനും ഒക്കെ ലൂയിസ് ബ്രായ്ലിയുടെ ധീരമായ സംഭാവന അവരുടെ എല്ലാവരുടെയും ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നതിന് സാധിച്ചു. ജോൺ മിൽട്ടൺ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വളരെയധികം പ്രസിദ്ധനായ കവിയാണ്, എഴുത്തുകാരനാണ്, പണ്ഡിതനാണ്. 40-ാം വയസ്സിൽ ശാരീരികമായ അന്ധത ബാധിച്ചുവെങ്കിലും ഉൾവെളിച്ചം, ഉള്ളിലുള്ള പ്രകാശം അദ്ദേഹത്തിന്റെ ഭാവനകൾക്ക് തടസ്സം നിന്നില്ല. തൻ്റെതായ ആശയങ്ങൾ കുടുംബാംഗങ്ങളോടും തൻ്റെ സഹപ്രവർത്തകരോടും ആവശ്യപ്പെട്ട് എഴുതുവാൻ അങ്ങനെ തൻ്റെ അന്ധതയുടെ കാലത്ത് രചിച്ച കൃതിയാണ് പാരഡൈസ് ലോസ്റ്റ്, ലോകപ്രസിദ്ധമായത്. നമ്മുടെ വീട്ടിലെ ബൾബുകളൊക്കെ പ്രകാശിപ്പിക്കുന്നതിന്റെ ഉപജ്ഞാതാവായ തോമസ് ആൽവ എഡിസൺ, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം, സ്കൂൾ ജീവിതം ബുദ്ധിമുട്ടേറിയതായിരുന്നു. സ്കൂളിൽ നിന്നും പറഞ്ഞു വിട്ടു, പഠിക്കാൻ കൊള്ളില്ല, മറ്റു കുട്ടികളുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മ പ്രത്യേകം താല്പര്യമെടുത്ത് വാത്സല്യത്തോടെ തോമസ് എഡിസനെ അമ്മ പഠിപ്പിച്ചു വീട്ടിലിരുത്തി. വൈകാരികമായ അമ്മയുടെ ബലം തോമസ് ആൽവ എഡിസന് കൂടുതൽ പ്രചോദനമായി, പരീക്ഷണങ്ങൾ നടത്തുവാനൊക്കെ പ്രേരണയായി. അങ്ങനെ തോമസ് ആൽവ എഡിസൺ തൻ്റെ ജീവിതം പരീക്ഷണങ്ങളിലൂടെ തുടർന്നു. 1914 തൻ്റെ പരീക്ഷണശാല മുഴുവൻ കത്തിച്ചാമ്പലായി വലിയൊരു തീപിടുത്തത്തിൽ. എല്ലാ ഉപകരണങ്ങളും, രാസവസ്തുക്കളും, ഇന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ ഫയലുകളും, എല്ലാ ഉപകരണങ്ങളും കത്തി നശിച്ചു. കത്തിച്ചാമ്പലായ അവശിഷ്ടങ്ങൾക്കിടയിൽ തോമസ് ആൽവ എഡിസൺ പറഞ്ഞത്, നമ്മുടേതായ പല പരാജയങ്ങളുമാണ് കത്തി നശിച്ചത്, ഇനി നമുക്ക് പുതിയൊരു തുടക്കം കുറിക്കാമെന്ന്. ജീവിതത്തിലെ തകർച്ചകളിൽ, പരാജയങ്ങളിൽ, തിരിച്ചടികളിൽ പ്രകാശം കാണുവാൻ, മുന്നോട്ടു പോകുവാൻ തോമസ് ആൽവ എഡിസന് സാധിച്ചു. ഏതാണ്ട് 1000-ത്തിലധികം കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് തോമസ് ആൽവ എഡിസനുണ്ട്. ബൗദ്ധികമായ അന്ധതയുണ്ട്. സത്യത്തെ അംഗീകരിക്കാനുള്ള വിമുഖത, നമ്മുടേതായ ചില മുൻവിധിയോ നമ്മുടേതായ ഇടുങ്ങിയ മനോഭാവമോ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടോ സത്യത്തെ അംഗീകരിക്കാനുള്ള വിമുഖത ബൗദ്ധികമായ അന്ധതയാണ്. ആത്മീയമായ അന്ധത ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ്. പ്രകാശമായ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ അന്ധതയുണ്ട്. ശാരീരികമായ കാഴ്ച ഉണ്ടെങ്കിലും, കണ്ണിന് കാഴ്ചയുണ്ടെങ്കിലും ആത്മീയമായ അന്ധത നമ്മിൽ പലർക്കുമുണ്ട്. സഹോദരങ്ങളോടുള്ള അകൽച്ച, ജീവിതത്തിൽ കാപട്യം സൂക്ഷിക്കുമ്പോഴുണ്ടാകുന്ന അന്ധകാരത്തിൻ്റെതായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ അന്ധതയിലേക്ക് നയിക്കും. പ്രകാശമായ ഈശോയെ, സത്യപ്രകാശമായ ദൈവമേ, അന്ധകാരമുള്ളടത്ത് പ്രകാശമാകുവാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അനുഗ്രഹിക്കണമേ.
കാർഡിനലായ വിശുദ്ധ ഹെൻറി ന്യൂമാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഓ ദിവ്യപ്രകാശമേ എന്നെ നയിച്ചാലും, ചുറ്റും ഇരുള് കൂടുമ്പോഴും ദിവ്യപ്രകാശമേ എന്നെ നയിച്ചാലും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ ശാരീരികമായ അന്ധതകളോ, ബൗദ്ധികമായ അന്ധതകളോ, ആത്മീയമായ അന്ധതകളോ, വൈകാരികമായ അന്ധതകളോ ഉണ്ടെങ്കിലും ആ മേഖലകളിൽ പരിശുദ്ധാത്മാവായ ദൈവമേ പ്രകാശമായി ഞങ്ങളിൽ എത്തണമേ. ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശമായി തെളിക്കുവാൻ അങ്ങൊന്ന് ഞങ്ങളിൽ കൃപ തരണമേ.